ഇവർ വിവാഹിതരായാൽ എന്ന സീരിയലിൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഭൂമി അന്ന് ആ വീട്ടിൽ കണ്ട ആ മുഖം എത്ര ആലോചിക്കാൻ ശ്രമിച്ചിട്ടും അവളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ആരായിരിക്കും തൻ്റെ അച്ഛനോട് ഇത്രയും പകയുള്ളൊരു സ്ത്രീ, ഒരാളെയും ഉപദ്രവിക്കാത്ത തൻ്റെ അച്ഛനോട് കൊന്നുകളയാൻ മാത്രം വൈരാഗ്യം കൊണ്ട് നടക്കുന്നത് ആർക്കായിരിക്കും എന്നെല്ലാം ഭൂമി ചിന്തിച്ചിരിക്കുകയാണ്. ഇതേ സമയം ഭൂമി തൻ്റെ അമ്മയെ കാണാനായി പുറപ്പെടുന്നുണ്ട്. ജയിലിലെത്തി അമ്മയോട് സംസാരിക്കുന്നുണ്ട് ഭൂമി അമ്മയോട് നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. അച്ഛനെഴുതിയ കത്ത് കിട്ടിയതും തൻ്റെ പ്രൊഫസറെ കാണാൻ പോയതും അദ്ദേഹത്തിൻ്റെ അഡ്വൈസ് മേടിച്ചതുമായിട്ടുള്ള വീട്ടിൽ വന്ന് കയറിയ ഭൂമിയെ ആക്രമിക്കാനായിട്ട് ഒരാൾ മറഞ്ഞു നിന്ന കഥയെല്ലാം പറയുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കേൾക്കുമ്പോൾ ഭൂമിയുടെ അമ്മയ്ക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. അംബിക ഭൂമിയോടായി പറയുന്നുണ്ട്, മോള് സൂക്ഷിക്കണം. തൽക്കാലം മോക്ക് ആ വീട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കാമായിരുന്നില്ലേ, അമ്മ വരുന്നത് വരെയെങ്കിലും എന്ന് അംബിക പറയുമ്പോൾ ഭൂമി പറയുന്നുണ്ട്, അമ്മയെ എനിക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ എനിക്ക് എൻ്റെ അച്ഛൻ്റെ സഹായം വേണം. എൻ്റെ അച്ഛനുള്ള വീട്ടിൽ നിന്നും ഞാൻ എവിടേക്കാണ് അമ്മയെ മാറി നിൽക്കേണ്ടത്? എന്നെ ഒരു അപകടത്തിലേക്കും എൻ്റെ അച്ഛൻ ചെന്നെത്തിക്കില്ല. എൻ്റെ അച്ഛൻ എന്നും എനിക്ക് മുൻപിൽ ഒരു വിളക്കുമായി നടക്കുന്നുണ്ടാവും. ആ വിളക്ക് തന്നെയല്ലേ അമ്മേ കഴിഞ്ഞ ദിവസം വീട്ടിലുണ്ടായ ആക്രമണത്തിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടതെന്നൊക്കെ ഭൂമി പറയുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ അംബിക ഭൂമിയോടായി പറയുന്നുണ്ട്, മോള് അജയ് സാറിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന്. ഭൂമി പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഞാൻ അപ്പോൾ അജയ് സാറിനെ അറിയിക്കുന്നുണ്ട്. എന്നാൽ എനിക്കെന്തെന്നറിയില്ല, വല്ലാത്തൊരു മാനസികമായിട്ട് ഒരു അകൽച്ച തോന്നുന്നു എനിക്ക് സാറിനോട് ഈ കേസിൻ്റെ കാര്യത്തിൽ. സാറ് ഒരു നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള പോലീസുകാരനാണെന്നൊക്കെ എനിക്കറിയാം അമ്മേ, പക്ഷേ എന്തോ ഒരു വല്ലായ്ക എനിക്ക് അദ്ദേഹത്തോട് തോന്നുന്നുണ്ടെന്നൊക്കെ പറയുകയാണ്. അംബിക പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോളെ, എന്നും നിനക്ക് തണലായിട്ടും താങ്ങായിട്ടും ഉണ്ടാകുന്നവർ തന്നെയാണ് അവരെന്ന്. അമ്മ ആ പറഞ്ഞതിനർത്ഥം മനസ്സിലാവാതെ ഭൂമി ഞെട്ടിത്തെറിച്ച് അമ്മയെ നോക്കുമ്പോൾ അംബിക പറയുകയാണ്, അതൊക്കെ എൻ്റെ മോൾക്ക് പിന്നീട് മനസ്സിലാവും. അച്ഛൻ നിന്നോട് പറയാത്തതായിട്ട് ഒരേ ഒരു രഹസ്യമേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. അതും എൻ്റെ മോള് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. ഒന്നും ആലോചിച്ച് നീ വിഷമിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അംബിക കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. ഭൂമിക്കിതെല്ലാം കേട്ടിട്ട് ആകെ കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ്. തൻ്റെ അച്ഛൻ തന്നോട് എന്തായിരിക്കും മറച്ചു വെച്ചിട്ടുണ്ടാവുക? അങ്ങനെ ഒരു കാര്യം തൻ്റെ അച്ഛൻ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്ത് തന്നെ ആയാലും തന്നെ ബാധിക്കുന്നൊരു കാര്യമാണ്. അതിൻ്റെ ഭവിഷ്യത്ത് തന്നെയാണ് അച്ഛനിപ്പോൾ അനുഭവിച്ച് തീർത്തതും. അതെ, അച്ഛൻ്റെ മരണത്തിന് കാരണക്കാരി ഒരു പക്ഷേ ഞാൻ തന്നെയായിരിക്കുമോ എന്നെല്ലാം ഭൂമിക്ക് മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ്. ഇതേ സമയത്ത് ഭൂമിയുടെ ഫോണിലേക്ക് സത്യദാസിൻ്റെ കോള് വരുന്നുണ്ട്. സത്യദാസ് ഭൂമിയോട് ഇന്നലെ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കുകയാണ്. ഭൂമി അപ്പോൾ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല സാർ, ഞാൻ ഓക്കെയാണ്. എനിക്ക് ഇന്നലെ എന്തൊക്കെയോ സംഭവിച്ചു പോകുമെന്നുള്ള പേടിയുടെ പുറത്താണ് ഞാൻ അജയ് സാറിനെ വിളിച്ചത്. സാറായിരിക്കുമല്ലേ സാറിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ സത്യദാസ് പറയുകയാണ്, അതെ, എനിക്ക് നിന്നെ ഒന്ന് കാണണമായിരുന്നു, നേരിട്ട് തന്നെ. എന്താണ് അതിനൊരു പോംവഴി? സാറ് നമ്മുടെ ടീ ഷോപ്പിലേക്ക് തന്നെ വന്നോളൂ. ഞാൻ അമ്മയെ കാണാനായിട്ട് ഇവിടെ ജയിലിൽ വരെ വന്നതാ. ഒരു 10-15 മിനിറ്റിനകം ഞാൻ തിരിച്ച് ടീ ഷോപ്പിലേക്ക് എത്തുമെന്ന് പറയുന്നുണ്ട്. രണ്ടുപേരും അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്യാണ്. ഇതേ സമയത്ത് ഭൂമി പെട്ടെന്ന് തന്നെ വണ്ടിയെടുത്ത് തൻ്റെ ടീ ഷോപ്പിലേക്ക് എത്തുന്നുണ്ട്. ആദ്യം വൈകാതെ തന്നെ സത്യദാസും വരുന്നുണ്ട്. സത്യദാസ് ഭൂമിയുമായിരുന്നു സംസാരിക്കുന്നതിനിടയിൽ ഭൂമിയുടെ ഹെൽപ്പറായി നിൽക്കുന്ന ആ ചേച്ചി കോഫിയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് സത്യദാസിന്. സത്യദാസ് ഭൂമിയോടായി പറയുകയാണ്, ഭൂമി, നീ ഇനിയും ആ വീട്ടിൽ തനിച്ച് നിൽക്കുന്നത് ആപത്താണ്. അതുകൊണ്ട് ആ വീട്ടിൽ നിന്നും നീ താൽക്കാലികമായി മാറി താമസിക്കണം. അധികം നാളത്തേക്ക് വേണ്ട. നിൻ്റെ അമ്മയെ നീ അധികം വൈകാതെ ഇറക്കുമെന്ന് ഉറപ്പ് തന്നെ കൊടുത്ത് നടക്കല്ലേ. അപ്പോൾ അമ്മ പുറത്തിറങ്ങുന്നത് വരെയെങ്കിലും. ഭൂമി പറയാണ്, എനിക്ക് ആ വീട്ടിലൊന്നും സംഭവിക്കില്ല സാർ, എൻ്റെ അച്ഛൻ എനിക്ക് കാവലുണ്ടല്ലോ എന്ന്. സത്യദാസ് പറയുന്നുണ്ട്, അച്ഛൻ്റെ കാവലൊക്കെ നിനക്ക് എവിടെ പോയാലും ഉണ്ടാവും. നീ തൽക്കാലം ഞങ്ങൾ പറയുന്നതൊന്ന് കേൾക്കുന്നു.
ഞങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഭൂമി ചോദിക്കുകയാണ്, ഇതിൻ്റെ പിന്നിലും അജയ് സാറ് തന്നെയാണോ എന്ന്. അജയുടെ തീരുമാനമല്ല, ഇത് എൻ്റെ തീരുമാനമാണ്. നീ ഇപ്പോൾ തൽക്കാലം ആ വീട്ടിൽ നിന്നും മാറി താമസിക്കണം. എവിടേക്കാണെന്ന് വെച്ചാൽ അതുതന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. എവിടെ മാറി താമസിച്ചാലും അത് വളരെ പ്രശ്നത്തിൽ തന്നെ ചെന്ന് അവസാനിക്കുള്ളൂ. ഒരു ഹോസ്റ്റലിലേക്ക് മാറാമെന്ന് വിചാരിച്ചാൽ എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് പോലും അത് ഒരു പക്ഷേ ആപത്തുണ്ടായേക്കാം. എന്തിനാണ് സാർ നമ്മൾ അറിഞ്ഞുകൊണ്ട് മറ്റൊരാളെ ഉപദ്രവിക്കുന്നതെന്നൊക്കെ ഭൂമി പറയുമ്പോൾ സത്യദാസ് പറയുന്നുണ്ട്, അതിന് നിന്നെ കൊണ്ടുപോകുന്നത് ഹോസ്റ്റലിലേക്കല്ലല്ലോ, അല്ലെങ്കിൽ നിന്നോട് മാറി താമസിക്കണമെന്ന് പറഞ്ഞതും ഹോസ്റ്റലിലേക്കല്ല, ഞങ്ങളുടെ തറവാട്ടിലേക്ക് തന്നെയാണ് നിന്നെ കൊണ്ടുപോകുന്നത്. സത്യദാസിൻ്റെ മറുപടി കേട്ട് ഭൂമി ആകെ ഞെട്ടിത്തെറിച്ച് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. ഭൂമി ചോദിക്കുന്നുണ്ട്, അയ്യോ അതെങ്ങനെയാണ് ശരിയാവുക? അവിടെയുള്ള ഭവാനി മേഡത്തിനും അവരുടെ മകള് അഞ്ജനയ്ക്കൊന്നും എന്നെ തീരെ കണ്ടുകൂടാ. നിങ്ങളൊക്കെ എന്നോട് സ്നേഹത്തോടു കൂടി പെരുമാറുന്നതൊക്കെ അവർക്കിഷ്ടമല്ലാത്ത കാര്യം തന്നെയാണ്. അങ്കിളിന് ഓർമ്മയില്ലേ ഞാൻ ആ വീട്ടിൽ അന്ന് പൂജയ്ക്ക് പങ്കെടുക്കാൻ വന്നപ്പോൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ? ഒരു ദിവസം ഞാൻ ആ വീട്ടിൽ വന്നതിനാണ് അഞ്ജന അന്ന് അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും എൻ്റെ അച്ഛനെയും അമ്മയെയൊക്കെ ആവശ്യമില്ലാത്ത രീതിയിൽ അവളൊരു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞത്. ഇനിയുണ്ടോ നിങ്ങളുടെ സംരക്ഷണയിൽ ഞാൻ ആ വീട്ടിൽ സ്ഥിരതാമസത്തിന് വന്നാലുള്ള അവസ്ഥ? അതൊന്നും മോൾ ആലോചിക്കണ്ട. നീ നിൻ്റെ സ്വന്തം വീട് പോലെ തന്നെ കരുതിയാൽ മതി. നിനക്ക് മുത്തശ്ശിയെ അറിയാലോ, മുത്തശ്ശിക്ക് നിന്നെ വലിയ കാര്യമാണെന്നും നിനക്കറിയാം. അതിനെക്കുറിച്ച് മാത്രം നീ ചിന്തിച്ചാൽ മതി. നിനക്ക് അങ്ങനെ എന്തെങ്കിലും മനോവിഷമുണ്ടെങ്കിൽ നീ മനസ്സുകൊണ്ട് വിചാരിക്കുക നീ മുത്തശ്ശിയെ നോക്കാൻ വന്നൊരു ഹോം നേഴ്സാണെന്ന്. അപ്പോൾ ആ വിഷമമില്ല, വേണമെങ്കിൽ അതിനുള്ളൊരു സാലറിയും തന്നേക്കാം. അത് കൊള്ളാം, ഒരു കുഴപ്പമില്ലാത്ത മുത്തശ്ശിയെ നോക്കാനായിട്ട് ഒരു ഹോം നേഴ്സായിട്ട് ഞാൻ വന്ന് നിൽക്കേ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതൊക്കെ വേണ്ടാത്ത കാര്യങ്ങൾ തന്നെയാണ്. ഞാനിനി ആ വീട്ടിൽ വന്ന് നിന്നാൽ നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ തറവാട്ടിൽ സ്നേഹത്തോടു കൂടി കഴിയുന്നവർ തമ്മിൽ വെറുതെ ആവശ്യമില്ലാത്തൊരേ പ്രശ്നങ്ങളുണ്ടാവുമെന്നൊക്കെ സത്യദാസിനോട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ഭൂമി. എന്നാൽ അദ്ദേഹം ഒരു തരി പോലും പറഞ്ഞ വാക്കിൽ നിന്നും പിന്മാറാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ സത്യദാസിൻ്റെ വാക്കുകളെ അനുസരിച്ചുകൊണ്ട് തന്നെ ഭൂമി ആ തറവാട്ടിലേക്ക് വന്നു കയറാൻ തീരുമാനിക്കുകയാണ്. എന്നാൽ മറിച്ച് ഇതേ സമയത്ത് സത്യദാസ് വിളിച്ച് അജയോട് പറയുന്നുണ്ട്, ഒരു വിധത്തിൽ ഭൂമിയെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം തന്നെ അവളുടെ വീട്ടിൽ പോയിട്ട് അവൾക്ക് ഉപയോഗിക്കാൻ വേണ്ട അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്ത് നമ്മുടെ തറവാട്ടിലേക്ക് എത്തിച്ചേക്കണം അവളെ. വേണമെങ്കിൽ ഞാനും കൂടെ പോരാന്നൊക്കെ പറയുകയാണ്. അജയ്ക്കും ആ കാര്യത്തിൽ സന്തോഷം തന്നെയാണ്. അപ്പം അജയ് അങ്കിളിനോട് പറയുന്നുണ്ട്, ശരി അങ്കിളെ, അങ്കിൾ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടത്താമെന്ന്. അജയ് ഈ വിവരം തൻ്റെ വക്കീലായ കൂട്ടുകാരനെ വിളിച്ചറിയിക്കുകയാണ്. അപ്പോൾ അവൻ അജയോട് പറയുന്നുണ്ട്, എടാ ഇത് നല്ലൊരു അവസരമാണ് നിനക്ക് അഞ്ജനയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റിയ ഒരാൾ തന്നെയാണ് ഭൂമി. നീ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് അജയ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും വക്കീൽ പറഞ്ഞു തുടങ്ങുകയാണ്, എടാ നിന്നോട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, നീ ഒരു പെൺകുട്ടിയെ ഗാഢമായി അങ്ങ് സ്നേഹിക്കുന്നുണ്ടെന്ന് നിൻ്റെ തറവാട്ടിലുള്ളവരെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം അഞ്ജനയെ നിൻ്റെ ലൈഫിൽ നിന്നും മാറ്റി നിർത്താം. എന്നിട്ട് നീ പറയുക അഞ്ജനയുടെ വിവാഹം നടത്തുന്നതിന് ശേഷം മാത്രമേ നീ ഒരു വിവാഹം കഴിക്കുള്ളൂ എന്ന്. അപ്പോൾ കാര്യം സിമ്പിളായില്ലേ? അഞ്ജനയുടെ വിവാഹം കഴിഞ്ഞ് പോവുകയും ചെയ്യും. നീ എന്നിട്ട് പിന്നീട് നിൻ്റെ കാര്യം അങ്ങ് വെട്ടി തുറന്ന് പറയുക, നിൻ്റെ ജീവിതത്തിൽ ഇനി ഒരു പെണ്ണുണ്ടാവില്ലെന്നും അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടായത് നിന്നെ വിട്ട് പോയി കഴിഞ്ഞെന്നും എല്ലാ കാര്യങ്ങളൊക്കെ നീ അങ്ങ് പറയുക. അതല്ല ഈ പറഞ്ഞ പോലെ നിനക്ക് ഭൂമിയെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ അഭിനയിച്ച് നിൽക്കുന്നതിനിടയ്ക്ക്, പണ്ട് നമ്മുടെ സിനിമാ നടന്മാരൊക്കെ അങ്ങനെ ആയിരുന്നടാ, ഈ അഭിനയമൊക്കെ ഇങ്ങനെ കുറേ ആവുമ്പോഴാണ് അവർ തമ്മിൽ ഇഷ്ടത്തിലാവുന്നതും വിവാഹം കഴിക്കുന്നതൊക്കെ. നമ്മുടെ ജയറാം, പാർവതി അവരൊക്കെ അങ്ങനെയായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടത്. നീയേ ജീവിതം പറയുമ്പോൾ ഈ സിനിമ കുത്തിക്കയറ്റുന്ന പരിപാടി അങ്ങ് നിർത്തിയേ എന്ന് പറഞ്ഞ് അജയ് വക്കീലിൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ വക്കീൽ പറയുന്നുണ്ട്, ഇത് തന്നെയാണ് ഇന്നത്തെ കാലത്തെ ഒരാൾക്കും നല്ല ബുദ്ധിയൊന്നും ഉപദേശിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത്. എൻ്റെ പൊന്നെ, നീ ഒന്ന് കാര്യം പറഞ്ഞു തീർക്ക്. എടാ പറഞ്ഞു തീർക്കാനൊന്നുമില്ല,
നീയും ഭൂമിയും തമ്മിൽ സ്നേഹത്തിലാണെന്നുള്ള രീതിയിൽ അഞ്ജനയുടെ മുമ്പിൽ വല്ലാണ്ടങ്ങ് അഭിനയിച്ച് കാണിക്കുക. അതായത് നിങ്ങൾ തമ്മിലുള്ള പ്രേമത്തിൻ്റെ ഗാഢമായ തീവ്രമായ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീ കേട്ടിട്ടില്ലേ, അതൊക്കെ തന്നെ. അത് അഞ്ജനയ്ക്ക് ബോധ്യപ്പെടണം. അതൊക്കെ കണ്ടാലും അവൾ അതിൽ നിന്നൊക്കെ പിന്മാറുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവൾ എന്നെ കൊന്നിട്ടായാലും എന്നെ വിവാഹം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഇങ്ങനൊരു ഭ്രാന്ത് പിടിച്ച പെണ്ണിനെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്നൊക്കെ അജയ് പറയുന്നുണ്ട്. വക്കീൽ പറയാണ്, നീ അതൊന്നും കാര്യമാക്കി എടുക്കണ്ട. ഞാൻ ഈ പറഞ്ഞതുമായിട്ട് മുന്നോട്ട് പോകാൻ ഭൂമിജ തയ്യാറാണോ എന്ന് ചോദിക്കാം. ഭൂമിജയെ കുരുക്കാനുള്ള ഒരു വല നിൻ്റെ കയ്യിൽ തന്നെ ഉണ്ടടാ. അവളുടെ അമ്മയുടെ കേസ് എത്രയും പെട്ടെന്ന് നീ തീർപ്പാക്കി തരാമെന്നുള്ളൊരു വാഗ്ദാനം അത്രമാത്രം മതി. അതല്ലാതെ പണത്തിന് മുമ്പിൽ വീഴുന്നവളല്ല അവൾ. അവളെ വളരെ വലിയൊരു ക്യാരക്ടറുള്ളൊരു പെണ്ണാണ്. പക്ഷേ ഈ കാര്യത്തിൽ അവളുടെ വീട്ടുകാരുടെ സെൻറ്റിമെൻറ്റ്സിൽ അവൾ വീണേക്കാം. നീ എന്തായാലും ഇതൊന്ന് അവളുമായി സംസാരിച്ച് നോക്ക്. സംസാരിക്കുന്ന കൂട്ടത്തിൽ നീ പ്രധാനമായി അവളോട് പറയേണ്ട കാര്യം നിൻ്റെ അമ്മയുടെ കേസ് തീരുന്നത് വരെ മാത്രം മതിയെന്നും നിനക്ക് സേഫായ ഒരിടമാണ് പ്രാധാന്യമെന്നും പറയണം. പിന്നെ നീ അവളോട് പറയണം, നിന്നെ കൊല്ലാൻ നടക്കുന്നവരുടെ ഉദ്ദേശം നിന്നെയും അച്ഛനെയും തീർക്കുക എന്ന് തന്നെയാണ്. ഒരു പോലീസുകാരൻ്റെ ഭാര്യയാവാൻ പോകുന്ന പെണ്ണിനെ അങ്ങനെ ഇങ്ങനെയൊന്നും ആരും കൊല്ലുന്നില്ലെന്നേ. അതുകൂടി നീ അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം എന്നൊക്കെ വക്കീൽ അജയെ പറഞ്ഞ് ബോധിപ്പിക്കുകയാണ്. അജയ് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ നടപടിയാകുമോ എന്ന്. വക്കീൽ പറയാണ്, നിനക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ എന്നോട് പറ, ഞാനൊന്ന് അവളുമായി സംസാരിച്ച് നോക്കാം. ഏയ് വേണ്ട, നീ ഇതേ ആകെ കോളാക്കി ചളാക്കി എടുക്കും. ഞാനെന്തായാലും ഭൂമിയെ ഒന്ന് കണ്ടു നോക്കട്ടെ. അവൾ വീട്ടിലേക്ക് വരാമെന്ന് സമ്മതിച്ചത് തന്നെ അങ്കിള് പറയുന്നത് കേട്ടു, ഒരുപാട് സംസാരിച്ചിട്ടാണെന്ന്. ഇനി ഇത് പറയുമ്പോൾ അവളുടെ മുമ്പിൽ എൻ്റെ ഉള്ള വില പോവുമെന്നാണ് എൻ്റെ പേടി. മോനെ അജയ്യേ, അതെ, കാര്യം കാണണമെങ്കിൽ കഴുതക്കാലും പിടിക്കണം എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? നീ ഇതങ്ങനെ കണ്ടാൽ മതിയടാ. നീ ഈ കാര്യത്തിൽ നിൻ്റെ നിലയും വിലയൊന്നും നോക്കണ്ട. നീ ഇന്നലെ പറഞ്ഞതുപോലെ അഞ്ജനയെ കെട്ടുന്നതിനേക്കാളും 100 ഇരട്ടി ഭേദ നീ പോയി വല്ല തൂങ്ങിച്ചാവുന്നത്. അത് അമ്മാതിരി ബോംബാണ് ആ പെണ്ണ്. എന്തായാലും ഞാനൊന്ന് ഭൂമിയോട് സംസാരിച്ച് നോക്കട്ടെ. എൻ്റെ കൂടെ അങ്കിളും കൂടിയും ഭൂമിയെ കാണാൻ വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോൾ എല്ലാം കൂടിയും കൂട്ടി വായിക്കുമ്പോൾ ഭൂമിയെ എൻ്റെ നിർബന്ധപ്രകാരമാണ് ഞാൻ തറവാട്ടിലേക്ക് എത്തിക്കുന്നതെന്ന് അങ്കിളിനും ഒരു സംശയം വന്നേക്കാം. കാരണം ഇന്നലെ അങ്കിളിനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കുകയായിരുന്നു ഭൂമിയെ നമുക്കിവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാമെന്ന കാര്യത്തിൽ. അപ്പോൾ അങ്കിളും തെറ്റിദ്ധരിച്ചോളും ഞാനും ഭൂമിയും തമ്മിൽ ഇഷ്ടത്തിലാണെന്നും ഭൂമി എനിക്ക് എപ്പോൾ വേണമെങ്കിലും കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്ലാൻ ഇട്ടതെന്നൊക്കെ. ആഹാ, നീയാൾ കൊള്ളാലോ. ഹേയ്, ഇതൊന്നും മനസ്സിൽ കണ്ടിട്ടല്ലല്ലോടാ. അതിപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഭൂമി വിളിച്ച് അവളുടെ വിഷമങ്ങളൊക്കെ പറയുന്നത് കേട്ടപ്പോൾ എനിക്കും എന്തെന്നില്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. അതുകൊണ്ട് മാത്രമാണ്. നീ എന്തായാലും ഇപ്പോൾ തൽക്കാലം ഫോൺ വെക്കേ. ഞാൻ പുറത്തെവിടെയെങ്കിലും ഭൂമി തനിച്ച് നിൽക്കുന്നുണ്ടോ ഇരിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇപ്പം തന്നെ പോയി അവളോട് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അജയ് കോള് കട്ട് ചെയ്യുന്നുണ്ട്. അജയ് തൻ്റെ ഓഫീസ് റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ട് കോൺസ്റ്റബിളിനോട് പറയുന്നുണ്ട്, എനിക്കൊരു കോഫി വേണമായിരുന്നു എന്ന്. അപ്പോൾ കോൺസ്റ്റബിൾ പറയുന്നുണ്ട്, ഞാൻ പോയി മേടിച്ചുകൊണ്ട് വരാം സാർ എന്ന്. ഏയ് അത് വേണ്ട, നിങ്ങളെ ഭൂമിയുടെ ടീ ഷോപ്പിൽ പോയിട്ട് അവിടെ തിരക്കുള്ള സമയമാണോ എന്നൊന്ന് നോക്കിയിട്ട് വാ. എനിക്ക് ഒരു കോഫി കുടിക്കലുമായി ഭൂമിയുമായിട്ട് ആ കേസിൻ്റെ കാര്യമൊന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുകയുമായല്ലോ. അതൊന്ന് നോക്കിയിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞ് കോൺസ്റ്റബിളിനെ പുറത്തേക്ക് വിടുകയാണ് അജയ്. തുടർന്നുള്ള എപ്പിസോഡുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും. ശുഭദിനം.